കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും സഹകരണ ബാങ്കിലെ മെമ്പർമാരും ഇതുപോലെ പണം വിതരണം ചെയ്യുന്ന ആളുകളൊക്കെ വന്ന് കൃത്യമായിട്ട് ഈ പണം കൊടുത്തിട്ട് ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ സംഭാവനയാണെന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി വോട്ട് മേടിക്കുന്നത് ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതിനുവേണ്ടി മാത്രമാണ് 46% ആളുകൾക്ക് ഇങ്ങനെ സഹകരണ ബാങ്കുകൾ വഴി ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നത്. ഈ കേരളത്തിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ശേഷിയില്ലാത്ത എത്ര മനുഷ്യരുണ്ട്? എല്ലാ ആളുകളെയും ബാങ്ക് അക്കൗണ്ട് എടുപ്പിച്ച് ഇവരുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് മുഴുവൻ പരിപാടികൾ നടത്തുന്ന സർക്കാരിന് എന്തുകൊണ്ടാണ് ഈ 46%, അതായത് ഈ അരുൺകുമാർ പറഞ്ഞതുപോലെ 60 ലക്ഷം ആളുകളുണ്ടെങ്കിൽ 62 ലക്ഷം ആളുകളുണ്ടെങ്കിൽ അതിൽ 46% ആളുകൾക്കും നേരിട്ട് കയ്യിലെത്തിച്ചു കൊടുക്കുന്ന ആ ഇന്റർമീഡിയറീസ് ഇല്ലേ, ആ ഇടനിലക്കാര്, അവരാരാണ്? അവരേത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്? അവർക്ക് ഈ അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്? അവരെല്ലാവരും പണം കൃത്യമായിട്ട് ഈ ആളുകൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് സർക്കാർ ഓഡിറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെയൊക്കെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തത് ഈ സോഫ്റ്റ്വെയർ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന ഒന്നുമില്ലേ? കോൺഗ്രസ്സുകാരും ഇല്ലേ അതിൽ? അല്ല, ഞാനത് അങ്ങനെ അല്ലെന്നല്ലോ അജിംസെ പറഞ്ഞത്. കോൺഗ്രസ് ഉണ്ടെങ്കിലും ലീഗ് ഉണ്ടെങ്കിലും CPM ഉണ്ടെങ്കിലും CPI ഉണ്ടെങ്കിലും കേരള കോൺഗ്രസ് ഉണ്ടെങ്കിലും ആരുണ്ടെങ്കിലും അതൊരു നല്ല സിസ്റ്റമാണെന്ന് അജിംസിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതൊന്നും നല്ല സിസ്റ്റം അല്ല. ഇവിടെ നമ്മൾ ഇത്തരത്തിൽ ഇടനിലക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഡയറക്റ്റ് ബാങ്ക് വഴിയുള്ള ട്രാൻസ്ഫറിംഗ് സിസ്റ്റം തുടങ്ങിയത്. അപ്പൊ പിന്നെ അതിന്റെ ഇടയ്ക്ക് വന്ന് ഇത്തരം പരിപാടികൾ കൊണ്ടുവരുന്നത് അത് പ്രാദേശികമായിട്ട് രാഷ്ട്രീയ ഇടപെടലുകൾക്ക് വേണ്ടി തന്നെയാണ്. രണ്ടാമത്തത്, ഈ സോഫ്റ്റ്വെയർ തന്നെ പൊരിഞ്ഞ തട്ടിപ്പല്ലേ. നമ്മൾ ഈ കൊറോണയുടെ സമയത്തൊക്കെ പല സോഫ്റ്റ്വെയറും കണ്ടല്ലോ. ബിവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇറക്കിയ സോഫ്റ്റ്വെയർ, അത് അടുത്ത ബാറിലെ മദ്യം വിറ്റ് തീരുമ്പോൾ ബിവറേജ് ഔട്ട്ലെറ്റിൽ മദ്യത്തിന്റെ ഇത് കിട്ടുന്ന ആ സോഫ്റ്റ്വെയർ ഒക്കെ, ഇങ്ങനെ കുറെ സോഫ്റ്റ്വെയർ നമ്മൾ കഴിഞ്ഞ 5-8 വർഷത്തിനുള്ളിൽ കണ്ടിട്ടുണ്ട് കേരളത്തിൽ. അപ്പൊ അരുൺകുമാർ പറയുന്നത് ഇന്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥർ വേണമെന്ന. കേരളത്തിലെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്ന്. അപ്പോഴാണ് സർക്കാർ തലത്തിൽ 1458 ഉദ്യോഗസ്ഥർ പെൻഷൻ മേടിക്കുന്ന അനധികൃതമായിട്ട്. അപ്പൊ ഏത് ഉദ്യോഗസ്ഥരുടെ ഇന്റഗ്രിറ്റിയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്? ഭരണ നേതൃത്വത്തിന് ഇന്റഗ്രിറ്റി ഇല്ല ഈ സംസ്ഥാനത്ത്. അപ്പോഴാണ് ഉദ്യോഗസ്ഥർക്ക് ഇന്റഗ്രിറ്റി വേണമെന്ന് നമ്മൾ പറയുന്നത്. ശരി.